Welcome back to Sudhi's Cookhouse. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് റവ ലഡുവിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 10 മിനിറ്റിൽ താഴെ സമയം എടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ മറക്കാതെ കാണുക. അപ്പോൾ ഒട്ടും സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. റവ ലഡു തയ്യാറാക്കാനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന അതേ റവ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ റവ കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്ത് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കളറ് മാറേണ്ട ആവശ്യമില്ല. നമുക്കൊരു മണം വരും. റവ നെയ്യിൽ റോസ്റ്റ് ആകുന്നതിൻ്റെ ഒരു മണം വരുന്നിടം വരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. റോസ്റ്റ് ചെയ്ത് റവ മാറ്റി വെച്ചതിന് ശേഷം 1 കപ്പ് പഞ്ചസാര എടുക്കുക. അതിലേക്ക് 5 ഏലക്ക ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് പൊടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. ഏലക്കയുടെ പുറമേ ഉള്ള ആ തോട് മാറ്റിയിട്ട് കുരു മാത്രം ചേർത്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ എല്ലാ ഏലക്കയും പൊളിച്ചിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പൊടിച്ച് ആ സെയിം പാനിൽ തന്നെ ഇട്ടിട്ടുണ്ട്. റവയെല്ലാം മാറ്റിയതിന് ശേഷം ആ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് പച്ചവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ പഞ്ചസാര ലൈനി നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ നല്ലതായിട്ട് തിളയ്ക്കണം. ഈ സമയത്ത് നമ്മുടെ ഏലക്കാക്കുരുവൊക്കെ പൊങ്ങി കിടപ്പുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പം ഞാൻ അങ്ങനെ അരിച്ചെടുത്ത വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂണ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഞാൻ ടൊമാറ്റോ റെഡാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ പഞ്ചസാര ലൈൻ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഒട്ടും അടുക്കി പിടിക്കാതെയോ കട്ട കെട്ടാതെയോ നമ്മൾ നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ റവ വെന്ത് കിട്ടും. അപ്പം നമ്മൾ റവയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലതായിട്ട് ഇനി ഒന്ന് ഇളക്കിയെടുക്കാനായിട്ടാണ് പോകുന്നത്. ഒട്ടും അടുക്കി പിടിക്കാതെ നമ്മൾ നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ റവ വെള്ളമൊക്കെ പറ്റി നല്ലതായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു പരുവത്തിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇനി ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല. ഇനി തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാകും. അപ്പോൾ ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് നേരം നമ്മളിനൊന്ന് റെസ്റ്റ് ചെയ്യണം. ഇത് തണുക്കാനായിട്ട് വയ്ക്കണം. എന്നിട്ട് മാത്രമേ നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ലഡുവിൻ്റെ വലുപ്പം എത്ര വേണോ അത്രയും രീതിയിലുള്ള മാവ് എടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തേച്ചാൽ മതി. അങ്ങനെ ഇതുകൊണ്ട് നമുക്ക് എല്ലാ മാവും ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ലഡു മിക്സ് എല്ലാം ഇവിടെ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാകും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.